السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാഷിദ ബീവിയുടെ ചരിത്രമാണ്. മിഅറാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഗന്ധം അനുഭവപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, "ഓ ജിബ്രീൽ, എവിടുന്നാണ് ആ പരിമളം?" ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, "അത് ഖബറിൽ നിന്നാണ്." പ്രവാചകൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, "ഏത് പ്രവാചകന്റെ ഖബറാണത്?" ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, "അത് പ്രവാചകന്റേതൊന്നുമല്ല, ഒരു അടിമ സ്ത്രീയുടെയും അവരുടെ 3 മക്കളുടെയും ഖബറാണത്. ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിൽ നിന്നും സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരിക്കും." റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യത്തോടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, "ഇത്രയും വലിയ മഹോന്നതയിലെത്താൻ ആ അടിമപ്പെണ്ണ് എന്താണ് ചെയ്തത്?" ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവം വിവരിച്ചു കൊടുത്തു. അവർ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ അടിമ പെണ്ണായിരുന്നു. അവരുടെ പേര് മാഷിദ എന്നായിരുന്നു. അവർ ആരാരും അറിയാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു. ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാം അവളോട് പറഞ്ഞു, "മാഷിദ, നീ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം." ഒരു ദിവസം മോളുടെ മുടി ചീകാൻ ചീർപ്പ് കയ്യിലെടുത്തപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. ഇത് ഫറോവ അറിഞ്ഞു. തന്റെ കൊട്ടാരത്തിലെ ദാസിയായ അടിമപ്പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചത് ഫറോവയെ വല്ലാതെ അരിശം കൊള്ളിച്ചു. മാഷിദയെ വിളിച്ച് അതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. മാഷിദ ബീവി പിന്തിരിഞ്ഞില്ല. എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനായി വലിയ തീക്കുണ്ടാരം പണിതു. അതിൽ നിറച്ചും വലിയൊരു പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു. ആ അഗ്നികുണ്ടാരത്തിനരികെ മാഷിദ ബീവിയെ കൊണ്ടുവന്നു പറഞ്ഞു, "മാഷിദ, ഇത് നിനക്കുള്ളതല്ല, ഇത് നിന്റെ 3 മക്കൾക്കുള്ളതാണ്. എന്റെ 3 മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിൽ ഇട്ട് കരിക്കാൻ പോവുകയാണ്. എന്തു പറയുന്നു നീ? നീ വിശ്വസിച്ച മതത്തിൽ നിന്ന് പിന്തിരിയുന്നു?" മാഷിദ ബീവി പറഞ്ഞു, "ഇല്ല ഇല്ല, എന്റെ 3 മക്കളെയും കഷ്ണം കഷ്ണമാക്കി കത്തിച്ചാലും ഞാൻ വിശ്വസിച്ച ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിയുകയില്ല." മാഷിദ ബീവിയുടെ ഉറച്ച തീരുമാനം. ഇത് കേട്ട് രോഷാകുലനായ ഫറോവയുടെ അനുയായികൾ മാഷിദ ബീവിയുടെ 7 വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചുകൊണ്ടുവരുന്നു. ആ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കരിച്ചു കളയാൻ വേണ്ടി കുട്ടിയെ അഗ്നികുണ്ടാരത്തിന്റെ അടുത്ത് നിർത്തിക്കൊണ്ട് മാഷിദ ബീവിയോട് ചോദിച്ചു, "ഏ മാഷിദ, നിന്റെ കുട്ടിയെ ഞങ്ങൾ കരിച്ചു കളയാൻ പോവുകയാണ്. നീ മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്ന്?" ഈ ഭയാനകം ഒരു ഹൃദയത്തിനും സഹിക്കാൻ കഴിയുകയില്ല. പക്ഷെ മാഷിദ ബീവി തന്റെ മോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, "മോളെ, നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനെയാണ്. പൊയ്ക്കോളൂ റബ്ബിന്റെ രാജസന്നിധിയിലേക്ക്. സ്വർഗാരാമത്തിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം." ഇത് കേട്ട് ഫറോവയും കൂട്ടരും കുട്ടിയെ തിളക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കരിച്ചു കളഞ്ഞു. രണ്ടാമത്തെ കുട്ടിയെയും ആ മാതൃഹൃദയത്തിന്റെ മുന്നിൽ വെച്ച് കരിച്ചു കളഞ്ഞു. അപ്പോഴും മാഷിദ ബീവി പറഞ്ഞു, "ഞാൻ സ്വീകരിച്ചത് ഇസ്ലാമാണ്, ഏക ഇലാഹാണ്." അവൻ പിന്തിരിഞ്ഞില്ല. അവസാനം 3-മത്തെ 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ എണ്ണയിലേക്ക് ഇടാൻ നിന്നപ്പോൾ മാഷിദ ബീവി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. താലോലിച്ചും താരാട്ടുപാടി കവിളിൽ മുത്തം കൊടുത്ത് മടിയിൽ കിടത്തിയുറക്കി. കൊതി തീർന്നിട്ടില്ല. ആ പുഞ്ചിരി കണ്ടു മതിയായിട്ടില്ല. "എന്റെ കൊച്ചു പൈതലാണല്ലോ ആ കത്തിക്കാൻ പോകുന്നത്." മാഷിദ ബീവി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. മാഷിദ ബീവിയുടെ ഈമാനിൽ ഒരംശം കുറവ് വന്നപ്പോൾ 7 മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞ് വിളിച്ചു പറയുകയാണ്, "ഉമ്മ, കരയല്ലേ. ഉമ്മ, നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാം അല്ലയോ? ഉമ്മ, സ്വർഗീയ ആരാമത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം." കൊച്ചു പൈതലിന്റെ അത്ഭുത വാക്ക് കേട്ട് എണ്ണയുടെ അടുത്ത് നിൽക്കുന്ന പിഞ്ചു കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് ശത്രുക്കളോട് പറഞ്ഞു, "ഇല്ല ഇല്ല, ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്." അങ്ങനെ കൊച്ചു പൈതലിനെയും കരിച്ചു കളഞ്ഞു ആ ദുഷ്ടന്മാർ. തന്റെ 3 മക്കളെയും കൺമുന്നിൽ വെച്ച് തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളഞ്ഞപ്പോഴും തന്റെ വിശ്വാസത്തിൽ നിന്നും അളവ് പിറകു പോകാത്ത മാഷിദ ബീവിയോട് ഫറോവ ചോദിച്ചു, "മാഷിദ, ഇനി നിന്നെയാണ് ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിക്കാൻ പോകുന്നത്. പറയൂ,
എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം? മാഷിദ ബീവി പറഞ്ഞു, എൻ്റെ കത്തിച്ചു കളഞ്ഞ 3 മക്കളെയും എന്നെയും ഒരേ ഖബറിൽ തന്നെ മറമാറണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവസാനം പറഞ്ഞു, ഇതാണ് നബിയെ ആ അടിമ സ്ത്രീ ചെയ്ത പുണ്യം. ഈ ഒരൊറ്റ കാരണത്തിലാണ് അന്ത്യനാൾ വരെ ആ ഖബറിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും മാഷിദ ബീവിയോടൊപ്പം സ്വർഗീയ ആരംഭത്തിൽ വെച്ച് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.